വയനാട് സ്വദേശി ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ നിർണായക വഴിത്തിരിവ്. ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണെന്ന മുഖ്യപ്രതി നൌഷാദിന്റെ വാദം തെറ്റാണെന്ന് പോലീസ് പറയുന്നു. ക്രൂരമായ മർദ്ദനവും കഴുത്തുഞെരിച്ചുള്ള ശ്വാസം മുട്ടിക്കലുമാണ് മരണകാരണമെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിച്ചു. ഹേമചന്ദ്രൻ തൂങ്ങി മരിച്ചതാണെന്നും മൃതദേഹം കുഴിച്ചിടുക മാത്രമാണ് ചെയ്തതെന്നുമായിരുന്നു നൌഷാദിന്റെ കുറ്റസമ്മതമൊഴി. വനിതാ സുഹൃത്തുൾപ്പെടെ 2 സ്ത്രീകൾക്ക് കുറ്റകൃത്യത്തിൽ പങ്കുള്ളതായും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. തമിഴ്നാട്ടിലെ ചേരമ്പാടി റിസർവ് വനത്തിലാണ് കുഴിച്ചിട്ട നിലയിൽ ഹേമചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഊട്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണകാരണം വ്യക്തമായിരിക്കുന്നത്. ക്രൂരമായ മർദ്ദനവും കഴുത്തുഞെരിച്ചുള്ള ശ്വാസം മുട്ടിക്കലുമാണ് മരണകാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണ സംഘം ഊട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിൽ നിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും RDOയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തതുമായി ബന്ധപ്പെട്ട എക്സ്ഹ്യൂമേഷൻ റിപ്പോർട്ടും കൈപ്പറ്റി. ഹേമചന്ദ്രന്റെ മൃതദേഹം മണ്ണിൽ പുതഞ്ഞു കിടന്നിരുന്നുവെങ്കിലും 1.25 വർഷത്തോളം മണ്ണിൽ കിടന്നത് മൂലമുള്ള അഴുകൽ ശരീരത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇത് മണ്ണിന്റെ ഘടനയും തണുപ്പും മൂലമാണെന്നാണ് ഫോറൻസിക് വിഭാഗത്തിന്റെ നിരീക്ഷണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെ കേസിലെ മുഖ്യപ്രതി നൌഷാദ് പോലീസിന് നൽകിയ കുറ്റസമ്മതമൊഴി തെറ്റാണെന്ന് ഇതോടെ വ്യക്തമായി. ഹേമചന്ദ്രൻ തൂങ്ങി മരിച്ചതാണെന്നും അങ്ങനെ കണ്ടപ്പോൾ മൃതദേഹം കുഴിച്ചിടുക മാത്രമാണ് ചെയ്തതെന്നുമായിരുന്നു നൌഷാദിന്റെ മൊഴി. നൌഷാദ് ഉൾപ്പെടെ 4 പേരാണ് നിലവിൽ കേസിൽ അറസ്റ്റിലുള്ളത്. ജ്യോതിഷ് കുമാർ, അജേഷ്, വൈശാഖ് എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായവർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് മായനാട്ടെ വാടക വീട്ടിൽ 2 വർഷത്തോളമായി താമസിക്കുകയായിരുന്ന ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ 2024 മാർച്ച് 20-നാണ് കാണാതായത്. മാർച്ച് 22-ന് വയനാട്ടിലെ ഒരു വീട്ടിൽ വെച്ച് കൊല നടന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഹേമചന്ദ്രന്റെ വനിതാ സുഹൃത്തിനെ കൊണ്ട് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു തട്ടിക്കൊണ്ടുപോയത്. വനിതാ സുഹൃത്തുൾപ്പെടെ 2 സ്ത്രീകൾക്ക് കൃത്യത്തിൽ പങ്കുള്ളതായും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.